എല്ലാവരും ചായയുടെയും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ചെറിയൊരാഗ്രഹം കുറച്ച് അവലും തേങ്ങയും കുഴച്ചാലോ എന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, കുറച്ച് അവലും തേങ്ങയും കുഴച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ കഴിക്കുന്ന ടൈമിൽ സച്ചിനോടും ഫാദിനോടും ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർക്കൊന്നും ഇത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഫാദിക്കുട്ടി വന്ന് ഓരോ കുശലം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു പ്ലാൻ വൈകുന്നേരം തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. തറവാട്ടിൽ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചക്ക തിന്നുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഗർഭിണിയായ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ എനിക്ക്, അതായത് നമ്മുടെ ജിൻഷയാണ്. അപ്പോൾ അവൾക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവൾക്ക് ചെറിയൊരു ആഗ്രഹമാണല്ലോ, അതാണ് നേടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനും ഷിഫിയും കൂടെ നേരെ തറവാട്ടിൽ പോയി ഈ ചക്ക കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം മെനക്കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മുടെ നീനുമാണ് ചക്ക നമുക്ക് ഇട്ട് തന്നത് കേട്ടോ. കുറേ ആൾ നോക്കിയിട്ടും കിട്ടായിട്ട് ലാസ്റ്റ് നീനും മരത്തിൽ കയറിയിട്ടാണ് കേട്ടോ ചക്ക നമുക്ക് ഇട്ട് തന്നത്. അങ്ങനെ അതാ ഞങ്ങൾ നേരെ ജിൻഷൻ്റെ വീട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ. നല്ല മഗ്‌രിബ് ടൈമാണ്. നമ്മൾ പോയത് കുറച്ച് നേരത്തെ ആയിരുന്നു, പക്ഷെ വന്നപ്പോഴേക്ക് മഗ്‌രിബായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെ കുഞ്ഞാക്കാനൊക്കെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് പുറപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഇടിച്ചക്കി നമുക്ക് കൂട്ടാൻ വെക്കാൻ പറ്റുന്ന നല്ലൊരു ചക്കയും അതുപോലെ തന്നെ പഴുത്ത ചക്കയും, അങ്ങനെ 3 ഐറ്റംസ് ചക്കയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കവറിൽ. 5 മണിക്കാണ് പ്ലാൻ ഇട്ടതെങ്കിലും 6-6:30 ആയപ്പോഴേക്ക് അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൈതച്ചിറ പോയി ചക്കയൊക്കെ ഇട്ടിട്ടാണ് നേരെ ഇങ്ങോട്ട് മണ്ണാർക്കാട്ടോട്ട് വന്നത്. മെയിൻ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ചെന്ന് നമ്മൾ ഡോറിൽ ബെല്ലടിച്ചപ്പോൾ അവളുടെ വാപ്പയാണ് കേട്ടോ വന്ന് വാതിൽ തുറന്നത്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. ചക്ക എല്ലാ ടൈമിലാണ് അവൾ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഞങ്ങൾ ചെന്ന ടൈമിലേക്ക് ചക്ക ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് 3 ഐറ്റംസ് ചക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു. മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറേ നേരം സംസാരിച്ചിരിക്കാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ കുഞ്ഞാക്കാൻ്റെ വിളി വന്നപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഷിഫിനെ അതാ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളും വാപ്പിയും കുട്ടികളൊക്കെ പോവാണ് കേട്ടോ. എന്തായാലും 1 മണിക്കൂറിനുള്ളിലുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ 3 ആളും കണ്ടുമുട്ടിയത്. ഞാൻ ഷിഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മാറ്റിക്കോ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല ശ്വാസം മുട്ടും ചുമയൊക്കെ ഉണ്ട്, വോയിസ് ഓവർ കൊടുക്കാൻ നല്ല പണിയാണ്. അവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ വാപ്പാൻ്റെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് എൻ്റെ വാപ്പാനെയാണ് കേട്ടോ ഓർമ്മ വരാറുള്ളത്. അതായത് ആര് വന്നു കഴിഞ്ഞാലും നല്ല സൽക്കാരവും കാര്യങ്ങളും, അവിടെ വീട്ടിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതൊക്കെ കൊടുത്ത് നമുക്ക് എടുത്ത് തരും കേട്ടോ. അതാണ് ഒരു സ്വഭാവം. എൻ്റെ ഉപ്പാനെ എനിക്ക് അപ്പോൾ ഓർമ്മ വരും കേട്ടോ. അങ്ങനെ അവരും പോയി ഞാൻ നേരെ വീട്ടിലെത്തിയിട്ട് അപ്പോഴേക്ക് കുഞ്ഞാക്ക സൊമാറ്റോന്ന് കുറച്ച് ചില്ലിയും അതുപോലെ പൊറാട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ നനക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം വൈകുന്നേരം ആയിരുന്നല്ലോ ഞങ്ങൾ ഈ ഒരു തണ്ടിൽ നടക്കുക. അങ്ങനെ വീട്ടിലെത്തിയതാ വേഗം നനക്കാനായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം നനക്കേണ്ടതാണ്, പക്ഷേ നമ്മുടെ ഈ ഒരു കറക്കം കൊണ്ട് നമുക്ക് നനക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവളുടെ ഒരു സന്തോഷം കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്കൊരു സർപ്രൈസും കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി സർപ്രൈസൊക്കെ കൊടുത്തു വന്ന് ഫുഡൊക്കെ കഴിച്ച് നന കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ കുറച്ച് അലക്കിയതൊക്കെ നമുക്ക് തോരടാണ്ടായിരുന്നു. കല്ലിൽ അലക്കിയിട്ടുള്ളതൊക്കെ നേരത്തെ തന്നെ തോരട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മെഷീനിലിട്ട കുറച്ച് ഡ്രസ്സ് മാത്രമേ പിന്നെ നമുക്ക് തോരടാനുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ 2 ഐറ്റംസ് അലക്കി കഴിഞ്ഞാലും വെള്ളം നമുക്ക് ഇതിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റൂല അല്ലേ. വെള്ളം എന്ന് പറഞ്ഞാൽ സച്ചുവിൻ്റെ ഒരു ജീൻസിൻ്റെ പാൻറ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ചിട്ട് അതിനെ പരിഗണിക്കണം, കാരണം അത്രയും വൈറ്റ് ആയിട്ടുള്ളൊരു പാൻറ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിനെ ഞാൻ മെല്ലെ വേറൊരു ബക്കറ്റിൽ സോപ്പൊക്കെ സെറ്റ് ചെയ്ത് കണ്ടിട്ട് വെക്കുകയാണ് കേട്ടോ. അത് നാളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, കാരണം അത്രയും ചളിയുള്ളതാണ്. അങ്ങനെ അത് ബക്കറ്റിലിട്ട് പുറത്തെ പരിപാടികളൊക്കെ തീർത്തുള്ളിൽ കയറിയിട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.